Hi friends, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഹൗ ആർ യു എന്നാണ്. ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാണ് ചോദിക്കുക. നമ്മൾ ഒരുപാട് പേർക്ക് ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പോലും ഹൗ ആർ യു എന്നെങ്കിലും നമ്മൾ മിനിമം ഒരു വ്യക്തിയോട് ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ചെറുപ്പകാലത്ത് പഠിച്ചിട്ടുള്ളത് എന്തുണ്ട് വിശേഷങ്ങൾ അല്ലെങ്കിൽ സുഖമാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഒരൊറ്റ സ്ട്രക്ചറാണ് ഹൗ ആർ യു എന്നുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും നമ്മളോടാണ് ഹൗ ആർ യു ചോദിക്കണമെങ്കിൽ നമ്മൾ തിരിച്ച് മറുപടി പറയാറുള്ളത് ഐ ആം ഫൈൻ എന്ന് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തങ്ങളായിട്ട് ഹൗ ആർ യു എന്ന് ചോദിക്കാനും ഇങ്ങനെയാണ് അതിൻ്റെ എക്സാക്ട്ലി ഉള്ള ആൻസേഴ്സ് കൊടുക്കേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഹൗ ആർ യു എന്ന് തന്നെ ചോദിക്കുമ്പോൾ അതിലൊരു വെറൈറ്റി ഇല്ല. നമ്മുടെ അടുത്തുനിന്ന് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വെറൈറ്റി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് നമുക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രക്ചേഴ്സ് പഠിക്കുന്നത്. ഇനി ആദ്യം തന്നെ എപ്പോഴാണ് ഹൗ ആർ യു ചോദിക്കേണ്ടത് എന്നുള്ളത് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഓക്കെ, നമുക്ക് ലാംഗ്വേജ് എറ്റിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ലാംഗ്വേജ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ ചില സമയങ്ങളിൽ ഒരു വ്യക്തിയെ ആദ്യമായിട്ട് കാണുമ്പോൾ പോലും പല ആളുകളും ഹൗ ആർ യു ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ ഒരു കൺസെപ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, ഒരു വ്യക്തിയെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കാനുള്ള യാതൊരുവിധ പോസിബിലിറ്റീസും ഇല്ല. ഒരു വ്യക്തി ആദ്യമായിട്ട് കാണുമ്പോൾ അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം പിന്നീട് രണ്ടാം വട്ടം മുതൽ കണ്ടു തുടങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഉത്തരം പറയുന്നതിലും വലിയൊരു ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ ആദ്യത്തെ ഈ ഒരു ഘട്ടം ലേൺ ചെയ്തതിന് ശേഷം ഈ വീഡിയോയിൽ തന്നെ, ഈ ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങളെ അതും പഠിപ്പിക്കും, എങ്ങനെയാണ് ഒരു വ്യക്തി ഹൗ ആർ യു ചോദിച്ചാൽ പ്രോപ്പറായിട്ട് ആൻസർ കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ നമ്മൾ ഹൗ ആർ യുവിനെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ ചോദിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് മുതൽ നമ്മൾ ഒരാളും ഹൗ ആർ യു എന്ന് ചോദിക്കാൻ പോകുന്നില്ല, പകരം മറ്റുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മളിത് ഈ രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചോദ്യം ചോദിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഏതാണെന്ന് നോക്കാം, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, എന്താണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഹൗ ആർ യുവിൻ്റെ അതേ അർത്ഥമാണ് ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോണേ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കണേ. എങ്ങനെ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഓക്കെ, ഹൗ ആർ യു എന്ന് എല്ലാവരും ചോദിക്കുന്നത് തന്നെ നമ്മളും ചോദിച്ച ഒരു വെറൈറ്റി ഉണ്ടാകില്ല, നമ്മളിങ്ങനെ ഒന്നും മാറി നിൽക്കില്ല. പകരം ഇന്ന് തുടങ്ങി എങ്ങനെ ചോദിക്കണം, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കണം. എങ്ങനെ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ഇനി രണ്ടാമതാണ് ഹൗ ഹാവ് യു ബീൻ. ഓക്കെ, ഹൗ ഹാവ് യു ബീൻ സിമിലർ അർത്ഥം തന്നെയാണ്. ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി രസകരമാണ്. നമ്മുടെ ലാംഗ്വേജ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിലേക്ക് വന്നതുപോലെയൊക്കെ നമുക്ക് തോന്നും. എങ്ങനെ ഹൗ ഹാവ് യു ബീൻ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ ഹൗ ആർ യു എന്ന് പറയാൻ എങ്ങനെ ചോദിക്കാം, ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കാം. ഇനി മൂന്നാമത്തെ ഒരു യൂസേജ് ആണ് ഹൗ ഇസ് എവറിത്തിങ്. എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും, ഹൗ ഇസ് എവറിത്തിങ്. ഓക്കെ, എങ്ങനെ ചോദിക്കുക, ഹൗ ഇസ് എവറിത്തിങ്. കുറെ കൂടി സിമ്പിൾ ആണ് അല്ലേ, കുറെ കൂടി സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത് തന്നെയാണ് എപ്പോഴും രസം. കുറെ കൂടി സ്റ്റാൻഡേർഡൈസ്ഡ് കൂടെ ആകും. എങ്ങനെയാണ് ഹൗ ഈസ് എവറിത്തിങ്. ഇനി നാലാമത്തെ ഒരു ഓപ്ഷൻ ആണ് ഹൗ ആർ യു ഡൂയിങ്. ഹൗ ആർ യു ഡൂയിങ്. ഓക്കെ, ഹൗ ആർ യു പോലെ തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെ ഹൗ ആർ യു ഡൂയിങ്. ഇനി ഒരു അഞ്ചാമത്തെ യൂസേജ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ മുൻപത്തെ ഒരു ക്ലാസ്സിൽ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ കുറെ കൂടി സിമ്പിൾ ആണ്, ഭയങ്കര വളരെ കൊളോക്കിയലായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് വാട്ട്സ് ഗോയിങ് ഓൺ. എങ്ങനെ വാട്ട്സ് ഗോയിങ് ഓൺ. ഓക്കെ, നമ്മൾ ഈ ഫോഗിൻ്റെ ഒക്കെ പരിസരത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, എന്താ ഇവിടെ നടക്കണേ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ സെയിം സംഗതിയാണ് വാട്ട്സ് ഗോയിങ് ഓൺ, വാട്ട്സ് ഗോയിങ് ഓൺ. ഇനി മറ്റൊരു യൂസേജ് ആണ് പുതിയതായിട്ട് എന്തുണ്ട്, പുതിയ എന്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അവരെ കുറിച്ച് എല്ലാം അറിയാം. ഇനി പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ് വാട്ട്സ് ന്യൂ. എങ്ങനെയാണ് വാട്ട്സ് ന്യൂ. പുതിയതായിട്ട് എന്താ ഉള്ളേ, പുതിയ വിശേഷങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്നതാണ്. എങ്ങനെ വാട്ട്സ് ന്യൂ, വാട്ട്സ് ന്യൂ. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഫോർമാലിറ്റികളെ ഒന്നും ബേസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണെന്നറിയോ, വാട്ട്സ്ആപ്പ്. ഓക്കെ, എന്താണ് വാട്ട്സ്ആപ്പ് അല്ല, വാട്ട്സ്ആപ്പ്. ഓക്കെ, വാട്ട്സ്ആപ്പ്. ഓക്കെ, പല ആളുകൾ ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത് റോങ് ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. വാട്ട്സ്ആപ്പ് എന്ന് പറയും, വാട്ട്സ്ആപ്പ് എന്നാണ് പറയേണ്ടത്. വാട്ട്സ്ആപ്പ്, വാട്ട്സ്ആപ്പ് മാൻ, വാട്ട്സ്ആപ്പ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, എന്തുണ്ട് വാട്ട്സ്ആപ്പ്. ഓക്കെ, ഇനി നമ്മൾ അവസാനത്തെ ഇതിലൊരു എക്സ്പ്രഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്, ചോദ്യങ്ങളിൽ ഒരു അവസാന എക്സ്പ്രഷൻ ഹൗ ആർ തിങ്സ്. ഓക്കെ, ഹൗ ആർ തിങ്സ്. ഓക്കെ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. എങ്ങനെയാണ് ഹൗ ആർ
things? Okay, how are things? Okay, ഇനി നമ്മൾ ഇതിന്റെ ഉത്തരം എങ്ങനെയാണ്? ഇതൊക്കെ നമ്മളിപ്പോൾ ചോദ്യം ചോദിക്കുന്നതാണ്. ഇനി ആരെങ്കിലും ഈ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം കൊടുക്കുക? പലപ്പോഴും നമ്മൾ ഉത്തരം കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. ഒരാൾ നിങ്ങളുടെ അടുത്ത് ഹൗ ആർ യു ചോദിച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിക്കുക, നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും നോർമൽ ഉത്തരം കൊടുക്കുക. നമ്മൾ ചില സമയങ്ങളിൽ പറയും ഐ എം ഫൈൻ എന്ന് പറയും. ഓക്കെ, ചില ആളുകൾ പറയും ഐ ആം ഫൈൻ താങ്ക്സ്, ചില ആളുകൾ പറയും ഐ എം ഫൈൻ താങ്ക് യു എന്ന് പറയും. ചില ആളുകൾ ഒന്നും മിണ്ടില്ല, ഫൈൻ എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കും. ഓക്കെ, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചു തുടങ്ങിയ സമയം മുതൽ നമ്മൾ ഉത്തരങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണ്. ശരിക്കും ഒരാൾ ഹൗ ആർ യു ചോദിച്ചാൽ 3 റൂൾസ് ഉണ്ട് ഒരു ഉത്തരം പറയുന്നതിന്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സംഗതി, ആരാണ് നമ്മളോട് ഹൗ ആർ യു ചോദിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മളോട് ഇഷ്ടമുള്ളവരോ നമ്മളോട് സ്നേഹമുള്ളവരോട് നമ്മളോട് വളരെയധികം അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് പലപ്പോഴും നമ്മളോട് ഹൗ ആർ യു എന്ന് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മളോട് സ്നേഹമുള്ള ഒരു വ്യക്തി നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സുഖമാണ് നന്ദി എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു സുഖമില്ലായ്മയുണ്ട്. പകരം ഉത്തരം കൊടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞേക്കണം. ഒന്ന്, നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കൊടുക്കണം. അപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ പറയാണ് ഐ ആം ഫൈൻ. ഓക്കെ, അവർ ചോദിച്ച ചോദ്യത്തിന് നമ്മളൊരു ഉത്തരം കൊടുത്തു. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്, അവർ ആ ചോദിക്കാൻ മനസ്സ് കാണിച്ചതിന് അവരോട് നമ്മൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഉത്തരം പറയും ഐ എം ഫൈൻ താങ്ക് യു. ഓക്കെ, ഐ എം ഫൈൻ താങ്ക് യു. ഇനി നമ്മളോട് കാണിച്ച മര്യാദ നമ്മൾ തിരിച്ചും കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചു വീണ്ടും അവരോടും അത് തന്നെ ചോദിക്കണം. എങ്ങനെ? ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് ഹൗ ആർ യു. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് യു. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ. 1, ഉത്തരം പറയണം. 2, അവരോട് അതിന് നന്ദി പറയണം. 3, നമ്മളോട് ചോദിച്ച അതേ മാനേഴ്സ്, ആ മര്യാദ നമ്മൾ തിരിച്ച് അവരോടും കാണിക്കണം. ഇനി നിങ്ങളൊന്ന് സങ്കല്പിക്കൂ, എന്നോടാണ് ഒരു വ്യക്തി ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഉത്തരം പറയാണ് ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് യു എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അദ്ദേഹത്തോട് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം എന്ത് മറുപടി പറയും? അദ്ദേഹം വീണ്ടും പറയണം ഐ എം ഫൈൻ താങ്ക് യു ആൻഡ് യു എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പകരം വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിനെ ഷോർട്ട് ആക്കിയിട്ട് പറയണം ഐ എം ഫൈൻ ടു. ഓക്കെ, ഇങ്ങനെയാണ് പറയാം ഐ ആം ഫൈൻ ടു. അപ്പോൾ 3 കാര്യങ്ങൾ. ഒരു വ്യക്തി ഹൗ ആർ യു ചോദിക്കുന്നു, അതിന് ഉത്തരമായിട്ട് നമ്മൾ പറയുന്നു ഫൈൻ താങ്ക് യു ആൻഡ് യു എന്ന് പറയുന്നു. അതിന് തിരിച്ച് നമ്മൾ മറുപടി പറയണം ഐ എം ഫൈൻ ടു. ഇസ് എ ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ ഈ ഐ എം ഫൈൻ എന്ന് പറയുന്ന ആ ഫൈൻ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. എല്ലാവരും ഈ ഫൈൻ എന്ന് തന്നെയാണ് പറയുക. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് കുറച്ച് വ്യത്യസ്തങ്ങളായിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫൈൻ എന്ന് പറയുന്ന വാക്കിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന 5 or 6 എക്സ്പ്രഷൻസ് നമ്മളൊന്ന് നോക്കാൻ പോവാം കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് ഐ എം ഡൂയിങ് വെൽ. ഓക്കെ, ഐ എം ഫൈൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം എങ്ങനെ? ഐ ആം ഡൂയിങ് വെൽ. ഓക്കെ, ഐ എം ഡൂയിങ് വെൽ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു സ്ഥലത്ത് ഒരാൾ ഹൗ ആർ യു പല ആളുകളോട് ചോദിക്കുന്നു. എല്ലാവരും ഫൈൻ പറയുന്നിടത്ത് നിങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് പറയാണ് ഐ എം ഡൂയിങ് വെൽ താങ്ക് യു ആൻഡ് ഹൗ ആർ യു. ഓക്കെ, ഐ എം ഡൂയിങ് വെൽ താങ്ക് യു ആൻഡ് ഹൗ ആർ യു. ഓക്കെ, അപ്പോൾ ഐ എം ഡൂയിങ് വെൽ എന്ന് പറയുന്നത് ഒരു നല്ല ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കാണാം ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഓക്കെ, എങ്ങനെയാണ്? ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഓക്കെ, ഐ എം ഡൂയിങ് വെൽ പോലെ തന്നെ നമ്മൾ പറയാണ് ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഇനി നമുക്ക് മറ്റൊരെണ്ണമാണ് ഐ എം ഡൂയിങ് ഫാബുലസ്ലി. ഓക്കെ, എങ്ങനെയാണ് പറയാ? ഐ എം ഡൂയിങ് ഫാബുലസ്ലി. ഓക്കെ, ഞാൻ വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് മറ്റൊരെണ്ണം നോക്കാം. വളരെ വെറൈറ്റി ആയിട്ട് വളരെ ഭംഗിയായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ് ഐ എം ഓൺ ക്ലൗഡ് 9. ഓക്കെ, ഐ എം ഓൺ ക്ലൗഡ് 9. ഓക്കെ, നിങ്ങൾ വെബ് സീരീസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ്. ചില ആളുകൾ ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഹാവ് യു ബീൻ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഐ എം ഓൺ ക്ലൗഡ് 9. ഓക്കെ, ഐ എം ഓൺ ക്ലൗഡ് 9. ഓക്കെ, വെബ് സീരീസ് ഒക്കെ കാണുന്നവർക്ക് അത് വളരെ സുപരിചിതമായിരിക്കും. ഐ എം ഓൺ ക്ലൗഡ് 9. ഓക്കെ, ഞാൻ വളരെ സന്തോഷത്തിലാണ്, വലിയ ഹാപ്പിനെസ്സിലാണ് എന്ന് പറയാണ്. ഇങ്ങനെ ഐ എം ഓൺ ക്ലൗഡ് 9. ഇനി മറ്റൊന്നാണ് ഐ എം ഫീലിംഗ് ഓസം. ഓക്കെ, എങ്ങനെയാണ് പറയാ? ഐ എം ഫീലിംഗ് ഓസം. ഓക്കെ, ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് പറയാണ്. ഇങ്ങനെ ഐ എം ഫീലിംഗ് ഓസം. നിങ്ങൾക്ക് അപ്പോൾ ഒരു 5-6 വെറൈറ്റീസ് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഇതെല്ലാം ഇന്ന് മുതൽ ചോദിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങണം. ഓക്കെ, നമ്മൾ മുൻപ് കണ്ട ഒരുപാട് ആളുകളെ ഇന്നത്തെ ദിവസം ഈ വീഡിയോ കാണുന്ന അന്ന് നമ്മൾ കാണുന്നുണ്ടാകും. അവരോടൊക്കെ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ഇന്ന് പഠിച്ച ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങളോട് തിരിച്ച് ഹൗ ആർ യു ചോദിച്ചാൽ ഇന്ന് നമ്മൾ പഠിച്ച 6 വെറൈറ്റികളിൽ നിന്ന്
ഒരു ഉത്തരം വേണം പറയാനായിട്ട്. ഓക്കെ, മനസ്സിൽ ഇതൊരു പ്രതിജ്ഞയായിട്ട് എടുക്കണം. നമ്മളിങ്ങനെ പഴയത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കില്ല, പകരം പുതിയ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും, പുതിയ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും, നമ്മുടെ ലാംഗ്വേജിനെ നമ്മൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഇനി നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിലേക്ക് ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആക്സെൻറ്റയിൽ നിങ്ങൾക്ക് 1-on-1 ലൈവ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഓൺലൈനിലൂടെ ലാംഗ്വേജ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തു. നിങ്ങളുടെ ലാംഗ്വേജ് അടുത്ത ലെവലിൽ എത്തിക്കും എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ്. ഓൾറൈറ്റ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. Until then, it's bye from Linto.